പ്രേമ ഈ ജപ്പാനിലെ അവിടെ കുടിയേറ്റക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്കെതിരെ ചെറിയ രീതിയിൽ അസ്വാരസ്യം ഉണ്ടാകുന്നു എന്ന്, അതായത് അവിടെ താമസിക്കുന്ന കുടിയേറ്റക്കാരായിട്ടുള്ള എന്താണ് അതിനെക്കുറിച്ച് അറിയാൻ കഴിയുക? ചേട്ടാ, ഇതിൽ ആമുഖമായിട്ട് പറയട്ടെ, നമ്മുടെ ഉദ്ദേശം ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു വർഗീയത പറയാനല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ പറയേണ്ടതായിട്ടുമുണ്ട്. ജപ്പാനിൽ മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവിടെ കുടിയേറിയ ആൾക്കാർക്കെതിരെ വലിയ ഒരു ക്യാമ്പയിൻ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. അത് ജപ്പാനിൽ മാത്രമല്ല, ലോകവ്യാപകമായിട്ട് കുടിയേറ്റക്കാർക്കെതിരെ വലിയൊരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. കാരണം ഈ കുടിയേറി വരുന്നവരെല്ലാവരും തന്നെ അവരവരുടെ സ്വന്തം നാടിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ജപ്പാനിൽ ഉള്ളവരുടെ ഒരു സ്വത്വബോധം ഉണ്ടല്ലോ. ഇപ്പോൾ അമേരിക്കക്കാരും ഇത്തരത്തിൽ കുടിയേറ്റക്കാർക്കെതിരെ വലിയ സമരം, അതിൽ ഇന്ത്യക്കാർക്കെതിരെയോ ഒരു സമരം ചെയ്യുന്നുണ്ട് ഉള്ളത് പറയണമല്ലോ. UK-യിൽ കാരണം ആത്യന്തികമായിട്ട് എല്ലാവരും അവരവരുടെ സ്വത്വബോധത്തിൽ വല്ലാണ്ട് ആശങ്കപ്പെടുന്നുണ്ട്. കാര്യം കുടിയേറി വരുന്നവർ ആധിപത്യം സ്ഥാപിക്കുന്നു, അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊക്കെ വലിയൊരു ആശങ്ക. പിന്നെ അവർ നമ്മുടെ സമൂഹത്തിനിടയിലേക്ക് നുഴഞ്ഞു കയറുന്നു, അങ്ങനെ നമ്മുടെ ആൾക്കാരെ അവരുടെ ആൾക്കാരാക്കി മാറ്റുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ലോകവ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അനുവാദത്തിൽ ജപ്പാനിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അവിടെ പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ അങ്ങനെ ഒരു മൂവ്മെന്റ് നടക്കുന്നത് ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. BBC ഇത് സംബന്ധിച്ചൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കാരണം ജപ്പാനിലെ അവിടെ ഇസൂമി സാമ എന്ന് പറയുന്ന ഒരു തീരദേശ ടൗൺ, അത് ടോക്കിയോയുടെ തെക്കൻ ഭാഗത്തുള്ളതാണ്. അവിടെ ആദ്യമായിട്ടൊരു മുസ്ലിം പള്ളി സ്ഥാപിക്കാൻ പോകുന്നു. അപ്പോൾ അതിനെതിരെ അവിടെ പ്രദേശത്തുള്ളവർ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ വലിയ രീതിയിലുള്ള സമര പരിപാടികളൊക്കെ കഴിഞ്ഞ ദിവസം നടന്നു. എന്നിട്ട് അവർ പറയുന്ന അവരുടെ പ്രധാന ആരോപണം, ഇവർ നമുക്കിടയിലോട്ട് നുഴഞ്ഞു കയറി നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിൻ്റെ എന്നിട്ട് അവർ പറയുന്നു, അവിടുത്തെ ഒരു ജപ്പാനിലെ സ്വതസിദ്ധ അവിടുത്തെ തന്നെ ഒരു മതവിഭാഗമുണ്ട്, ഷിൻഡോ. അപ്പോൾ അവരുടെ ഷിൻഡോ വിഭാഗത്തിൻ്റെ ഒരു ആരാധനാലയം ഉണ്ട് അവിടെ. അത് പുരാതന കാലം മുതലേ ഉള്ളതാണ്. അതിനേക്കാൾ വലിയൊരു മുസ്ലിം പള്ളി അവിടെ പണിയാൻ പോകുന്നത് ഞങ്ങൾക്ക് എന്തോ ഒരു കുറച്ചിലാണ്, ഞങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജപ്പാനിലുള്ള അവർ ഇതിനെതിരെ സമരം ചെയ്യുന്നത്. അപ്പോൾ പൊതുവിൽ ജപ്പാനിൽ ഈ ഒരു മുസ്ലിം പോപ്പുലേഷൻ വല്ലാണ്ട് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അതിൻ്റെ കണക്ക് പറയുമ്പോൾ നിലവിൽ അവിടെ 2024 കണക്ക് പ്രകാരം 4,20,000 മുസ്ലിങ്ങൾ അവിടെ ഉണ്ട്. 2019 ഇത് 2,30,000 ആയിരുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 3-3.5 വർഷം കൊണ്ട് അതിൻ്റെ ഇരട്ടിയോളമായിട്ട് വർദ്ധിച്ചു മുസ്ലിം പോപ്പുലേഷൻ. ഈ 4,20,000 വരുന്ന മുസ്ലിം പോപ്പുലേഷനിൽ 40,000 പേർ ജപ്പാൻ സ്വദേശികളാണ്. അതായത് ഇവർ കുടിയേറി വന്നിട്ട് ജപ്പാൻ സ്വദേശികളായവരെ കൺവെർട്ട് ചെയ്യുകയോ അവരെ വിവാഹം കഴിച്ച് ഈ മതത്തിലേക്ക് മാറ്റുകയോ ചെയ്തു. അപ്പോൾ അടിസ്ഥാന പ്രശ്നം ഇതാണ്, വലിയ രീതിയിൽ കൺവെർഷൻ നടക്കുന്നു എന്നൊരു ഭീതി അവർക്കിടയിൽ. പിന്നെ ഈ ജപ്പാൻ എന്ന് പറയുന്നത് പരമ്പരാഗതമായ അവരുടെ രീതിയും സംസ്കാരവും ആചാരം ക്രമം ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം വലിയ രീതിയിൽ ഈ കുടിയേറി വരുന്നവർ എന്താ പറയുക, ഈ സ്വത്വബോധം എന്ന് പറയുന്നത് തന്നെ വാസ്തവം അത് വല്ലാണ്ട് ഇല്ലാണ്ടാകുന്നു എന്നുള്ളതാണ് അവരുടെ ആശങ്ക. ഇനി ആ രാജ്യത്ത് കുടിയേറ്റം പക്ഷേ ഒരു വാസ്തവമാണ്. കാരണം അവരിൽ ഈ വിദേശ തൊഴിലാളികളെ വല്ലാണ്ട് ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. അതിന് കാരണം അവിടെ ജനനനിരക്ക് വളരെ കുറവാണ്. അവിടെ ഉള്ളവരാണെങ്കിൽ തന്നെ പ്രായാധിക്യമുള്ളവരാണ്. അപ്പോൾ അവർക്ക് ചില തൊഴിൽ മേഖലകളിൽ വിദേശികളെ ആശ്രയിക്കാതെ നിർവാഹമില്ല, തൊഴിലെടുക്കാൻ പറ്റത്തില്ല. ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്നവരിലേറെയും ചൈന, വിയറ്റ്നാം, സൗത്ത് കൊറിയ, ഫിലിപ്പീൻസ് അടക്കമുള്ളവരാണ്. പക്ഷേ ഈ മുസ്ലിം പോപ്പുലേഷനിലേറെയും വരുന്നത് ഇന്തോനേഷ്യ, 2 ലക്ഷത്തോളം പേർ ഇന്തോനേഷ്യയിൽ നിന്ന് വന്നു. ബംഗ്ലാദേശിൽ നിന്നൊരു 35,000 പേര്, പാകിസ്ഥാനിൽ നിന്നൊരു 30,000 പേര്, മലേഷ്യയിൽ നിന്ന് 12,000 പേര്, ഇത്ര വന്നതാണ് എന്നാണ് കണക്ക്. അപ്പോൾ ഇനി ഈ എന്തുകൊണ്ട് ഈ രീതിയിൽ ഈ കുടിയേറ്റം അല്ലെങ്കിൽ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം അവർക്ക് എടുക്കേണ്ടി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നേരത്തെ പറഞ്ഞതുപോലെ ജനസംഖ്യയിലുള്ള കുറവ്. കാരണം നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു ജോലി സമ്പാദിക്കണം, ജോലി സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സമൂഹം ഡിമാൻഡ് ചെയ്യുന്നത് നിങ്ങൾ വിവാഹം കഴിക്കണമെന്നാണ്. പക്ഷെ ജപ്പാനിൽ അങ്ങനെ വിവാഹം കഴിക്കണമെന്നുള്ള സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നൊരു പ്രഷർ ആർക്കും ഇല്ല. വേണമെങ്കിൽ വിവാഹം കഴിക്കുക,
വിവാഹം കഴിച്ച ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ ഒരാൾ ഒരു പ്രായം കഴിഞ്ഞ് കല്യാണമൊന്നും കഴിക്കാൻ നിൽക്കുന്നില്ലെങ്കിൽ വന്ന് ചോദിക്കുക, എന്താ നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ലേ? അവിടെ ഒന്നുമില്ല. കല്യാണം കഴിക്കുക എന്നുള്ള ഒരു പ്രയോറിറ്റി അല്ല അവർക്ക്. അതാണ് പ്രശ്നം. അപ്പോൾ പലരും അതുകൊണ്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ കരിയറിനാണ്. വിദ്യാഭ്യാസം, ജോലി, സമ്പാദിക്കുക, ഇത്തരം കാര്യങ്ങളിലാണ് അവരുടെ മെയിൻ ഫോക്കസ്. ഇനി ഇത് ജോലിയൊക്കെ ചെയ്ത് ഒന്ന് സെറ്റിലാകാം എന്ന് വിചാരിക്കുന്നവരെല്ലാം ഒന്ന് സെറ്റിലായി കഴിഞ്ഞിട്ട് ശേഷമാണ് എങ്കിൽ പിന്നെ ഒരു കല്യാണം കഴിച്ച് കളയാം. ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു പക്ഷേ അവർക്കൊരു 35-40 വയസ്സൊക്കെ ആവും. അപ്പോൾ ആ സമയത്ത് കല്യാണം കഴിച്ചാൽ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുക. ഇനിയും രസമുണ്ട്, ഈ പറയുന്ന ആൾക്കാർ ഇനിയിപ്പോൾ കല്യാണം കഴിച്ച് കുട്ടികളായി എന്ന് തന്നെ വെക്കട്ടെ, ലോകത്ത് കുട്ടികളെ വളർത്താൻ വേണ്ടി ഏറ്റവും സാമ്പത്തിക ചെലവുള്ള രാജ്യങ്ങളിൽ 3-ാം സ്ഥാനത്താണ് ജപ്പാൻ. അപ്പോൾ ഒരുപാട് കാശ് ചെലവുണ്ട്. അതിൻ്റെ കാരണം അവിടെയുള്ള സ്കൂളിങ്, ആശുപത്രി, അത്തരം കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം കാശ് മുടക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്ത് ചെയ്യും? വിവാഹം കഴിച്ചവരാണെങ്കിൽ തന്നെയും അവർക്ക് അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപാടില്ലെങ്കിൽ തൽക്കാലം കുട്ടികൾ വേണ്ട എന്ന് വെക്കും. ഇനിയും കഴിഞ്ഞില്ല. ഇപ്പം ജപ്പാനിൽ ജനസംഖ്യയിൽ എണ്ണം കുറവാണ്, ശരി. അപ്പോൾ അവിടുത്തെ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം അവിടുത്തെ ജനസംഖ്യ ഒരു നല്ല രീതിയിൽ വരണമെങ്കിൽ ഒരു സ്ത്രീക്ക് 2.1 കുട്ടികൾ, 2 കുട്ടികളല്ല, മിനിമം ഒരു 3 കുട്ടികളെങ്കിലും വേണമെന്ന് കരുതുക. പക്ഷേ അവിടെ നിലവിൽ 1.14 ഉള്ളൂ കുട്ടിക്ക്, അതായത് 2 കുട്ടിയിൽ താഴെ. അതായത് പിന്നെ 2 കുട്ടികൾ പോലും ഇല്ല, 1.14 ഒരാളേ ഉള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞാൽ 2 അമ്മമാർക്ക് 3 കുട്ടികൾ എന്ന് ആ ഒരു അനുപാതം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കരുതാം. ആ അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അവിടുത്തെ മൊത്തം ജനസംഖ്യയിൽ വലിയ രീതിയിൽ വിദേശികളുടെ കടന്നുവരവ് കൂടുതലാണ്. കാരണം തൊഴിൽ മേഖലയിലടക്കം. കഴിഞ്ഞ കണക്ക് പ്രകാരം 2025 അവരുടെ മൊത്തം പോപ്പുലേഷനിൽ 40 ലക്ഷം പേർ വിദേശികളാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ 2025 അതേ സമയത്ത് തന്നെ ഒരു കണക്ക് പ്രകാരം അവരുടെ സ്വന്തം ജനസംഖ്യയിൽ 10 ലക്ഷം കുറയുകയും ചെയ്തു. അപ്പോൾ അവിടെ വയസ്സന്മാരുടെ ബഹളമാണ് അവിടെ നടക്കുന്നത്. ഇനിയും ഉണ്ട്. ഇനി ഈ മുസ്ലിം പോപ്പുലേഷൻ്റെ അതിൽ എത്ര വലിയ ആശങ്ക അവർക്കുണ്ടാകാൻ കാരണം 2001 അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം പള്ളികളുടെ എണ്ണം 24 ഇപ്പോൾ അത് 164. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്. അപ്പോൾ മുസ്ലിം പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് പൊതു ഇടങ്ങളിൽ ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണമല്ലോ. ഇപ്പോൾ ഷോപ്പിംഗ് മാളുകൾ, അതേപോലുള്ള സംവിധാനങ്ങളിലൊക്കെ തന്നെ പ്രാർത്ഥനാ മുറികൾ സജ്ജീകരിക്കേണ്ടി വരും. പിന്നെ ഇതേപോലെ ഷോപ്പിംഗ് മാളിലൊക്കെ ഹലാൽ ഫുഡുകൾ, കാര്യം ഇവരെ ആകർഷിക്കും. ഇപ്പൊ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന മുസ്ലിങ്ങളാണെങ്കിൽ പോലും ഹലാൽ ഫുഡ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അവിടുത്തെ ഈ പരമ്പരാഗതമായിട്ടുള്ള ജപ്പാൻ സംസ്കാരത്തിൽ ജീവിക്കുന്നവർക്ക് ഇതൊക്കെ വലിയ ഇറിറ്റേഷനാണ്. കാര്യം ഇവര് നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല. അവരൊരു പ്രത്യേക സമൂഹമായിട്ട് അവരുടെ വ്യാപനവും മറ്റു കാര്യങ്ങളായിട്ട് ഒതുങ്ങിപ്പോകുന്നു, നമ്മളുമായിട്ട് ഇടപഴകുന്നില്ല. അപ്പോൾ ഇവരെന്തോ മറ്റു ആൾക്കാരാണെന്നൊരു ചിന്ത അവരിൽ വരുന്നു. ഇതും കഴിഞ്ഞില്ല, ഇനി അവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്നവർ അവിടെ മരണപ്പെട്ടു എന്ന് കരുതട്ടെ. ഇപ്പൊ ജപ്പാനിലെ ഒരു പൊതുരീതി ഇതാണ്, അഗ്നിജ്വലനമാണ്. മൃതദേഹങ്ങൾ ദഹിപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ രീതി. പക്ഷെ മുസ്ലിങ്ങൾക്ക് മറ്റേ ഖബറടക്കണമല്ലോ. പക്ഷേ ജപ്പാനിൽ അംഗീകൃതമായിട്ട് അത്തരത്തിൽ ഖബറടക്കം അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിടുന്ന പൊതുശ്മശാനങ്ങൾ 10 ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആ തരത്തിൽ മൃതദേഹം സംസ്കരിക്കണമെന്ന് പറയുമ്പോൾ പ്രാദേശികമായിട്ടുള്ള അനുമതികൾ വേണം, അതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ഒരു എന്താ പറയുക ആശയ സംഘർഷമാണ് വാസ്തവത്തിൽ ഇപ്പോൾ നടക്കുന്നത്. എന്ന് വെച്ചുകൊണ്ട് ഒരു പരിധിക്കപ്പുറം ഉള്ള നിയന്ത്രണങ്ങളോ മറ്റു കാര്യങ്ങളോ ജപ്പാൻ ഭരണകൂടം ഇതിനെതിരെ എടുക്കുന്നു എന്നുള്ള ഒരു വിചാരമൊന്നും വേണ്ട. ജപ്പാനിൽ ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാ നാടുകളിലും എന്നുള്ളതുപോലെ അവിടെയും ഈ പ്രാദേശികവാദം അല്ലെങ്കിൽ ഈ സ്വത്വബോധത്തിന്റെ പേരിലുള്ള ഇത്തരം, പക്ഷെ അത് കൂടുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. തുടക്കത്തിൽ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ തന്നെ കൂടിയില്ലേ? അല്ല, അതല്ല ഞാൻ പറഞ്ഞല്ലോ, ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവരൊരു കൂട്ടായ്മയിലായിട്ടാണ് എപ്പോഴും ജീവിക്കുക. അപ്പൊ ഈ മറ്റുള്ള സമൂഹം ചിന്തിക്കുക അവരൊരു വേറൊരു വിഭാഗം, നമ്മളുമായിട്ട് ഇടപഴകുന്നില്ല എന്ന് ആ ഒരു ചിന്തയിൽ വരുന്നൊരു കുഴപ്പമാണ് ഇതിനൊക്കെ കാരണം. അപ്പോൾ അവിടെ ഇപ്പോൾ അധികാരത്തിൽ വന്നേക്കുന്ന പ്രധാനമന്ത്രി, അവരുടെ പേര് സനൈ തക്കായിച്ചി എന്നാണ്, ഒരു വനിതയാണ്. അവർ കടുത്ത ദേശീയവാദിയാണ്. അപ്പോൾ അവരിപ്പോൾ ഈ കുടിയേറ്റം അനിയന്ത്രിതമാണെന്നൊരു ചിന്ത അവർക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ വിസ നിയമങ്ങൾ, ഇപ്പോൾ ഈ പറയുന്ന ഈ മുസ്ലിം പോപ്പുലേഷനിൽ ഏറെയും വരുന്നത് ചില പ്രത്യേക തൊഴിൽ മേഖലകളിലേക്ക്, അത് നിർമ്മാണ മേഖല,
ഫിഷിങ് അല്ലെങ്കിൽ നഴ്സിംഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലകളിലോട്ടാണ് വരുന്നത്. അപ്പോൾ അത്തരം മേഖലകളിൽ പോലും വിസയ്ക്ക് വിസ ഫീസ് 5 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു. 50 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് അങ്ങനൊരു നടപടി അവരെടുക്കുന്നത്. എന്ന് വെച്ചുകൊണ്ട് അവിടേക്കുള്ള വിസ അല്ലെങ്കിൽ കുടിയേറ്റം കുറഞ്ഞു എന്നൊന്നും അർത്ഥമില്ല. അതും ഇപ്പോഴും നടക്കുന്നുണ്ട്. കാരണം മെച്ചപ്പെട്ട ഈ വരുന്ന രാജ്യങ്ങൾ നോക്കുക, ഇന്തോനേഷ്യ ആയിക്കോട്ടെ, ബംഗ്ലാദേശ് ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ, വളരെ അരക്ഷിതമായ അവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. ഒരു മെച്ചപ്പെട്ടൊരു ജീവിതം ആഗ്രഹിച്ചുകൊണ്ടാണ്, കുറച്ചുകൂടി നല്ലൊരു തൊഴിലും ആഗ്രഹിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ഇത്രയും വിസ ഫീസ് കൂട്ടിയെന്ന് വെച്ച് അവർ വരാതിരിക്കത്തൊന്നുമില്ല. പിന്നെ ഈ ഭരണകൂടം കുറച്ചുകൂടി കർക്കശമാക്കുന്നതിന്റെ ഭാഗമായിട്ട് എൻഫോഴ്സ്മെന്റിൽ ഈ ഇതുണ്ടല്ലോ, എമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവരുടെ സ്റ്റാഫിന്റെ എണ്ണം അതൊക്കെ കൂട്ടാനായിട്ട് ഉള്ള സ്റ്റാഫിന്റെ എണ്ണം കൂട്ടാനായിട്ടുള്ള നടപടികളൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ആത്യന്തികമായിട്ട് എല്ലാ നാടുകളിലും വന്നതുപോലെ ജപ്പാനിലും വലിയ കുടിയേറ്റ വിരുദ്ധ സമരങ്ങളും ഇത്തരം പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്.